ഇത് അരബിന്ദോ ആശ്രമത്തിൻ്റെ അങ്ങേയറ്റാണ്. അവിടെ അങ്ങേയറ്റം വരേണ്ടത്. അതിൻ്റെ ഫ്രണ്ടിൽ ഓപ്പോസിറ്റ് കെട്ടിടം. ഞാൻ താമസിക്കുന്നത് കാറ് നിർത്തിയിട്ടുണ്ട് ബാക്കിൽ. അതിലൊരു ലൈനുണ്ട്. ഇവിടുത്തെ വഴികളുടെയൊക്കെ പ്രത്യേകത ഹൂ ഡ്യൂപ്പ് വഴി അത് ഹൂ മനക്കുള വിനായകർ കോവിൽ. ഇത് ഈ റോഡ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദിസ് ഈസ് അരബിന്ദോ ആശ്രമം. ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം വേണ്ട ഭയങ്കര രസമാണ് കാണാൻ. ഫ്രഞ്ച് നിർമ്മാണ ശൈലി. ഇവിടുത്തെ ജനലുകളുടെ ആർക്കിടെക്ചറുണ്ട്. ഈ യൂറോപ്യൻസിൻ്റെ പണി ആയിരിക്കും. ഫ്രഞ്ച് വാസ്തുവിദ്യ എന്ന് പറഞ്ഞത്. അതായത് എളുപ്പത്തിലൊന്നും ആൾക്കാർക്ക് ഇതിനകത്തൊന്നും കയറി പറ്റാൻ പറ്റില്ല. ഇവിടെ തന്നെ വിലപിടിപ്പുള്ളതുകൊണ്ടായിട്ടല്ല, അങ്ങനെയാണ് അവരുടെ വാസ്തുവിദ്യ എന്ന് പറഞ്ഞത്. ഇവിടെ ഈ ജനൽ കണ്ടാൽ മനസ്സിലാകും. ഇവിടെയൊക്കെ അങ്ങനെയാണ്. അതിൻ്റെ ഈ പെയിൻറ്റും ഇതിനകത്ത് മ്യൂസിക്കൊക്കെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള രീതിയിലുള്ളതാണ്. അതുകൊണ്ട് അവിടെ ഒരു സ്വാമി നിൽക്കുന്നുണ്ട്. അരബിന്ദോ ആശ്രമത്തിൻ്റെ ഗേറ്റാണ്. ഇതിന് ഓപ്പോസിറ്റുള്ള കെട്ടിടത്തിൻ്റെ ഒരു ഭംഗിയാണ്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഒരു 1.5 മണിക്കൂർ ഈ ലൈനുകളിലൂടെ ഒരു 4-5 കെട്ടിടം കഴിഞ്ഞാൽ അടുത്തടുത്ത ലൈനുകളായി. ഈ ലൈനുകളുടെയൊക്കെ പേര് ഫ്രഞ്ച് നെയിംസാണ്. ഇത് അവിടെ കണ്ട പോലെ ഇതൊക്കെ കണ്ടില്ലേ, റോയി, അതെന്താണോ അതിൻ്റെ ആൾക്കാർ. ഇവിടുത്തെ ഒരു വാസ്തുവിദ്യയാണ് എന്നെ ഭയങ്കരമായിട്ട് ഒരു ശരിക്കൊരു യൂറോപ്യൻ രാജ്യത്ത് എത്തിപ്പെട്ട പോലെയാണ്. ചേച്ചി ഫോൺ അല്ല സൈക്കിൾ ഓടിക്കുന്ന ചേച്ചിയാണ്. അവിടെ ഇവിടെ കിട്ടുമെന്ന് നോക്കിയപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും സൈക്കിളും